ഞാനൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാ. എനിക്ക് ട്രാൻസ്ഫറായി എലഞ്ഞിക്കരയ്ക്ക്. പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ. ഒരാഴ്ചക്കകം അവിടെ ജോയിൻ ചെയ്യണം. ശശിക്കോ? ഇല്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. ശശി സമ്മതിച്ചോ മോളെ? ജോലിക്കാരിയാവുമ്പോ സമ്മതം വാങ്ങിയിട്ടേ പോകാവൂന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്വയം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. നിന്റെ മുഖം എന്താ മോളെ ഇങ്ങനെ? ചുണ്ടൊക്കെ പൊട്ടി. അത് പിന്നെ പെട്ടെന്ന് തിരിഞ്ഞപ്പോ കഥകളും തട്ടിയതാ. അതൊക്കെ പോട്ടെ. 3-4 ദിവസത്തിനുള്ളിൽ ഞാനും മോളും എലഞ്ഞിക്കരയിലേക്ക് താമസം മാറ്റും. അന്നേച്ചിയുടെ ഭർത്താവ് വഴി അവിടെ ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീയും കുഞ്ഞും ഒറ്റയ്ക്ക് എങ്ങനെയാ അവിടെ കഴിയുന്നേ? പരിചയക്കാരെന്ന് പറയാൻ പോലും ആരും ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ധൈര്യത്തിലാ മോളെ നീ? സ്വന്തക്കാർ ഒരുപാടുള്ള ദേവമംഗലത്ത് ഞാനും മോളും പേടിച്ചല്ലേ കഴിയുന്നത്. പിന്നെ വേറെ ഏത് സ്ഥലമായാലെന്താ? ആരും തടസ്സം പറയരുത്. പോവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ മോളുടെ കാര്യം, അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഡേ കെയർ സെന്ററിലാക്കണം. തൊട്ടപ്പുറത്ത് തന്നെയാ ഹൗസ് ഓണറും താമസിക്കുന്നത്. സഹായിക്കാനൊക്കെ മനസ്സുള്ളവരാണെന്നാ ജോസഫ് സാർ പറഞ്ഞത്. ഇത്രയൊക്കെയുള്ളൂ എന്റെ ഒരുക്കങ്ങൾ. എന്നാലും ഞങ്ങളൊക്കെ ഇവിടെ കഴിയുമ്പോ അന്യസ്ഥലത്ത് ആരോരും ഇല്ലാത്തോളെ പോലെ നീ. അതൊന്നും സാരമില്ല. ഈശ്വരനുണ്ടല്ലോ എനിക്ക് കൂട്ടിന്. പിന്നെ എന്റെ അമ്മു. മതി, എനിക്ക് ധൈര്യമുണ്ട്, വിശ്വാസവും. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഹായ്, ചേച്ചി എപ്പോ വന്നു? ദേ ഇപ്പോ. ഇതെന്തു പറ്റി ചേച്ചി മുഖത്ത്? ഏയ് ഒന്നുമില്ല, കഥകളൊന്ന് തട്ടി. പിന്നെന്താ ചേച്ചിയുടെ കണ്ണു നിറഞ്ഞേ? പറ, എന്തിനാ കരയുന്നേ? ആരോ തല്ലിയതാണ് അല്ലേ? അന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലാൻ ഒരുങ്ങിയതല്ലേ? കള്ളം പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. സാരമില്ല മോളെ. ശശിയേട്ടൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്. ദേഷ്യം തോന്നി അങ്ങനെ ഇങ്ങനെ ചെയ്യോ? ഹലോ, ശശിയേട്ടനല്ലേ? ഞാൻ ശോഭയ. ഇവിടേക്ക് ഒന്ന് വരുവോ? അത് നേരിട്ട് പറയാനുള്ളതാ. അത്രയ്ക്ക് അർജന്റുള്ള കാര്യം. ഒന്ന് വരൂ ശശിയേട്ടാ. ശരി. ശശിയേട്ടാ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സ്വീകരണത്തിനും സൽക്കാരത്തിനും നിൽക്കണ്ട. വിളിച്ചു വരുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. എനിക്ക് തിരക്കുണ്ട്. വന്ന് കയറുന്നതിന് മുമ്പ് പോകാൻ ധൃതി വെച്ചാൽ എങ്ങനെയാ? ഒന്നുമില്ലേലും ഇത് ശശിയേട്ടന്റെ ഭാര്യ വീടല്ലേ? കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാം. അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആളെ ഇൻസൾട്ട് ചെയ്യാ? അയ്യോ അല്ല, ഒരു സംശയം തീർക്കാൻ വേണ്ടി തന്നെയാ വിളിപ്പിച്ചത്. ശശിയേട്ടന് ബോക്സിംഗ് നല്ല വശമുണ്ടല്ലേ? അല്ല, ശ്യാമേടത്തിന്റെ മുഖത്ത് അതിന്റെ അടയാളം കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അപ്പൊ അതാണ് കാര്യം.
ഇത്ര വേഗം ന്യൂസും എത്തിയോ? ചേച്ചിയുടെ മുഖത്ത് അടയാളം നാവിന് നിയന്ത്രണം ഇല്ലാത്തന്റെ സംശയം ചെന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചു, കാര്യം അറിയാൻ ചെയ്തു. അതുകൊണ്ടാണല്ലോ വിളിച്ചു വരുത്തിയത്. ഭാര്യയോട് കുറച്ചുകൂടി അന്തസ്സായിട്ട് പെരുമാറാനുള്ള സംസ്കാരമെങ്കിലും ശശിയേട്ടൻ കാണിക്കണം. നിർത്തടി, തിണ്ണമെടുക്ക് കാണിക്കുന്നു. സംസ്കാരം എന്താണെന്ന് ആദ്യം നീ പഠിക്ക്. അമ്മയും ചേച്ചിയും കഴിയെങ്കിൽ അതൊന്ന് പഠിപ്പിക്കും ചെയ്യും. ഒന്നും പുതിയതായിട്ട് പഠിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മാന്യതയും സംസ്കാരം ഉള്ളതുകൊണ്ടാ ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും ക്ഷമിച്ച് സഹിച്ചു നിൽക്കുന്നത്. ഭാര്യയെ തല്ലുന്നതേ അത്ര വലിയ ആണത്വമൊന്നുമല്ല. എന്താണ് നീ പറഞ്ഞ്? ആളും തരം നോക്കി സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ, ചേച്ചിയുടെ മുഖത്ത് മാത്രമായിരിക്കില്ല അടയാളം വീഴുന്നത്. വെറുതെ പേടിപ്പിക്കില്ലേ ശശിയേട്ടാ? ശോഭേ, പോകത്ത് പോകാൻ. ഓഹോ, അകത്ത് കയറി ഒളിഞ്ഞിരുന്നിട്ട് അനിയത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയായിരുന്നു അല്ലേ? ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേടി? അനിയത്തിയുടെ പ്രകടനം അസലായിട്ടുണ്ട്. പറഞ്ഞു പഠിപ്പിച്ചതെന്ന് കണ്ടാ തോന്നില്ല. നിന്നെ തല്ലിയ കാര്യം ആരൊക്കെ അറിയാറുണ്ട്? ഓഫീസിലുള്ളവരെ കൂടി അറിയിക്കായിരുന്നില്ലേ? അതുമല്ലെങ്കിൽ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കാം. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞ്. ശശിയേട്ടാ പ്ലീസ്. കതിരിൽ വടം വെച്ചിട്ട് കാര്യമില്ല. അല്ല, അമ്മയെ കണ്ടാണല്ലോ മക്കൾ വളരുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെയാവാ തരവില്ല. പുറമോടി കണ്ട് എനിക്ക് ചതി പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോനെ, നീയൊന്നും കഴിക്കുന്നില്ലേ മോളെ? എനിക്ക് വേണ്ട അമ്മേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? പാടില്ലായിരുന്നു, പക്ഷെ തെറ്റുമല്ല. ചേച്ചിയുടെ മുഖം അങ്ങനെ കണ്ടപ്പോ സഹിക്കാനായില്ലമ്മേ, അതുകൊണ്ടാ. ഇത്രയൊക്കെ ആയിട്ടും അവളെല്ലാം ക്ഷമിക്കുന്നില്ലേ? എത്രത്തോളം ക്ഷമിക്കാൻ നമുക്ക് പെണ്ണുങ്ങൾക്ക് കഴിയുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം രക്ഷപ്പെടും. എന്നിട്ടും ചേച്ചിയുടെ ജീവിതം എന്താ ഇങ്ങനെ? ക്ഷമിക്കാൻ അറിയാഞ്ഞിട്ടാണോ? എന്തോ എനിക്ക് ഈ ശീലങ്ങളിലൊന്നും വിശ്വാസമില്ല. നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നും. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബിനെയൊക്കെ ആയി കഴിയുമ്പോൾ പലതും വിശ്വസിക്കേണ്ടി വരും. പൊരുത്തങ്ങളെക്കാൾ പൊരുത്തക്കേടുകളായിരുന്നു അമ്മയുടെ ജീവിതത്തിലും. എന്നിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ അമ്മ ഒരു പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിന്റെ ചേച്ചിയെ നോക്ക്. തമ്മിൽ പരാതിയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലും ഭർത്താവിനെ നീ കുറ്റപ്പെടുത്തിയപ്പോ അവളുടെ സ്വരം മാറിയത് കണ്ടില്ലേ? അതങ്ങനെയാ മോളെ, അതാ സ്നേഹം. പക്ഷെ ആ സ്നേഹം സ്വന്തം ഭർത്താവിനുണ്ടെന്ന് തോന്നുന്നില്ല. ചേച്ചി ഇപ്പൊ ഇവിടെ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എന്നോടുള്ള ദേഷ്യം മുഴുവൻ ശശിയേട്ടൻ ഇന്ന പാവത്തിനോട് തീർക്കും. ശശിയേട്ടാ, എന്താ? ഞാൻ അത് പിന്നെ ഇന്ന് ശോഭ അങ്ങനെയൊക്കെ പറഞ്ഞത്. വിശദീകരണമൊന്നും വേണ്ട. നിന്റെ അറിവോടെ അല്ല ഇന്ന് അവൾ ആ പ്രകടനം നടത്തിയത് എന്നല്ലേ? അത് വിശ്വസിക്കാൻ അത്ര മണ്ടണമെന്നല്ല ഞാൻ. ഞാൻ എത്ര പറഞ്ഞാലും ശശിയേട്ടൻ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈശ്വരൻ സത്യം, സംഭവിച്ചത് അതാണ്. ഇങ്ങനൊരു ബുദ്ധിമോശം അവള് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമോശമല്ലത്, അതിബുദ്ധി. വീട്ടിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചാൽ ഞാൻ നിന്റെയും നിന്റെ വീട്ടുകാരുടെയൊക്കെ കാല് പിടിച്ച് ക്ഷമ പറയുന്നുള്ള ഓവർ കോൺഫിഡൻസ്. എന്റെ അടുത്ത് അത് നടക്കാതെ പോയപ്പോ വീണ്ടും മറ്റൊരു അടവും കൊണ്ടുവന്നിരിക്കുന്നു.
കോംപ്രമൈസ്. നന്നാവുന്നുണ്ട് നാടകം കളി. ശശിയേട്ടൻ എങ്ങനെ വേണമെങ്കിലും കരുതാം. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല. അനുജത്ത് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശശിയേട്ട, റിലീവിംഗ് ഓർഡർ നാളെ കിട്ടും. എല്ലാം തീരുമാനിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയൊന്നും ചോദിക്കാനില്ല. നാളെ ചെറിയച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അനുവാദം ചോദിക്കല്ല, അറിയിക്കുകയാണ്. തിരിച്ചു വരുമ്പോ ശ്യാമയെ വിസ്തരിക്കാനും പടിക്ക് പുറത്താക്കാനും ഇനിയൊരവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. ഏറിയാൽ 1-2 ദിവസത്തെ കൂടി എന്നെ സഹിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോ ഞാൻ അവിടെ തുടരുന്നതിൽ അർത്ഥം എന്താ ചെറിയച്ച? ശശിയേട്ടനെ അമ്മയെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടാളും ഇപ്പോ ആ വീട്ടിൽ തികച്ചും അന്യരാ. 2 വർഷം മുമ്പ് നിന്നെ ഇഷ്ടപ്പെടുന്നൊരു സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ ഇത്തരം ഒരു ഇഡിയറ്റാണെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ശശിയെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. നിന്റെ സംസാരത്തിൽ ആ ചെറുപ്പക്കാരൻ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. നിന്റെ വിശ്വാസങ്ങൾ ശരിയായിരുന്നെന്ന് പിന്നീട് നീ എനിക്കെഴുതിയ കത്തുകളിലൂടെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഇപ്പോ അടികൊണ്ട് വീർത്തുപൊട്ടിയ ഈ മുഖവുമായി നിന്നെ കാണുമ്പോൾ പിഴവ് പറ്റിയത് ആർക്കാണെന്നും എവിടെയാണെന്നും കണ്ടുപിടിക്കാൻ ഇത്തിരി സമയം വേണ്ടിവരുന്നു. ചെറിയച്ഛനും എന്നെ കുറ്റപ്പെടുത്താ? ഒരിക്കലുമില്ല കുട്ടി. എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന പൊരുത്തക്കേടുകളെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആവേശമൊന്ന് കെട്ടടയും കഴിഞ്ഞാൽ ഇട്ടുമുഷിഞ്ഞ പഴഞ്ചൻ കുപ്പായത്തോട് തോന്നുന്ന വിരക്തിയാണ് പിന്നെ ജീവിതത്തോട് ചിലർക്ക്. അങ്ങനൊരകൽച്ച ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇല്ല ചെറിയച്ച. ശശിയേട്ടന്റെ ഭാഗം ചിന്തിക്കുമ്പോൾ അവിടെ ന്യായമുണ്ട്. എന്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്ന ശരികളുമുണ്ട്. 2 പേർക്കും ഇടയിൽ ഒരു ഒത്തുതീർപ്പിന് സമ്മതിക്കാത്തത് ആ സ്ത്രീയാ. പെണ്ണിന് പെണ്ണ് തന്നെ ശത്രുവാകുന്ന വീട്ടിൽ ഇതിനപ്പുറം സംഭവിക്കും. ട്രാൻസ്ഫറിന്റെ കാര്യം വീട്ടിൽ അറിയിച്ചോ? ഒരു കണക്കിന് ഈ മാറ്റം നല്ലതാ. മനസ്സൊന്ന് ശാന്തമാകും. പിന്നെ പുതിയ ചുറ്റുപാടുമായിട്ടൊക്കെ ഇണങ്ങി വരുന്നവരെ സൂക്ഷിക്കണം. ഞാൻ ഇലഞ്ഞിക്കാരെ ചെന്നിട്ട് എഴുതാം. എന്നാലിനി പാറാവുകാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടി കാത്തിക്കണ്ട. വയ്ക്കോ. തന്നെയല്ല, നിന്നെ ഇങ്ങനെ ഈ കോലത്ത് കണ്ടു നിൽക്കാൻ ഇത്തിരി ദണ്ണമുണ്ട്. നേരിട്ട് കണ്ടൊന്ന് യാത്ര ചോദിക്കാൻ നിന്നതാ ഞാൻ. കാണാഞ്ഞപ്പോ ട്രെയിൻ മിസ്സാക്കണ്ടെന്ന് കരുതി ഇറങ്ങിയതാ. മുരളിയേട്ടൻ എങ്ങോട്ടാ? കണ്ണൂർ വരെ. ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്. മുൻപ് ജോലി ചെയ്ത കമ്പനിയിലെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഒരു ഭാഗ്യപരീക്ഷണം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, സഹായിക്കാമെന്ന് അവനും ഏറ്റിട്ടുണ്ട്. നന്നായി മുരളിയേട്ടാ. ഈ ബുദ്ധി നേരത്തെ തോന്നേണ്ടതായിരുന്നു. എങ്കിലൊരു പക്ഷേ. അറിയാം, ബുദ്ധി ഉദിക്കാൻ വൈകിട്ടല്ല. അമ്മയുടെ ചങ്ങല പൊട്ടിച്ച് പുറത്ത് ചാടാനുള്ള വിഷമം. വർക്ക് ചെയ്തിരുന്ന കമ്പനി പൂട്ടിയപ്പോൾ മറ്റൊരു ജോലിക്ക് വേണ്ടി എത്രയോ ശ്രമിച്ചതാ ഞാൻ. പലതും ഒത്തു വന്നതുവാ. തറവാട്ട് മഹിമയ്ക്ക് ചേരുന്നതല്ലെന്നും പറഞ്ഞ് അമ്മ മനഃപൂർവ്വം അതെല്ലാം വിലക്കിയതല്ലേ. തനിക്കും കുറേയൊക്കെ അറിയാലോ. ഇനിയും ഇതൊക്കെ സഹിച്ചിവിടെ തുടരാൻ കഴിയില്ല ശ്യാമേ. 2 ആൾക്കും അല്ലലില്ലാതെ ഒരുവിധം കഴിയാൻ പറ്റുന്നൊരു ജോലി, അതേ ആഗ്രഹിക്കുന്നുള്ളൂ.
ഒക്കെ ശരിയായ ഉഷയ്ക്കായിരിക്കും കൂടുതൽ ആശ്വാസം. മുരളിയേട്ടന് ജോലി കിട്ടാൻ വേണ്ടി എന്റെ പ്രാർത്ഥനയുണ്ടാവും. താങ്ക്സ്. ഉഷേച്ചി മുറിയിലുണ്ട്. യാത്രയാക്കലൊന്നും വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അമ്മയുടെ കണ്ണിപ്പെട്ട പിന്നെ ശാപവും നിന്ദിക്കലൊക്കെയായി. എന്തിനാ ആ പാവത്തിന്റെ മനസ്സുകൂടി വിഷമിപ്പിക്കുന്നെന്ന് കരുതി. ചെറിയച്ഛനെ കാണാൻ പോയിരുന്നു അല്ലേ? അങ്ങനൊരാഗ്രഹം തോന്നി. അതേതായാലും നന്നായി. ഇലഞ്ഞക്കരയ്ക്ക് മാറാൻ തന്നെ തീരുമാനിച്ചെന്ന് ഉഷ പറഞ്ഞു. അഭിപ്രായം മാറ്റി ചിന്തിക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോന്ന് അറിയില്ല. എങ്കിലും ചോദിക്കുക, ഒരു മാറ്റത്തിന്റെ ആവശ്യം ഇപ്പൊ വേണോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മുരളിയേട്ട. നാളെ തന്നെ ഇവിടുന്ന് അന്യച്ചയുടെ വീട്ടിലേക്ക് മാറും ഞാൻ. അവിടുന്ന് മറ്റന്നാ പുതിയ സ്ഥലത്തേക്കും. 2 ദിവസത്തിനകം ഞാൻ തിരിച്ചു വരും. അതുവരെ തനിക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ? എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചിട്ട്. മുരളിയേട്ടൻ പോയിട്ട് വാ, ട്രെയിൻ മിസ്സാക്കണ്ട.